കണ്ണൂർ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്കുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെയും ഈ പറയുന്ന രീതിയിൽ ദേശീയപാതയിൽ വടികൊണ്ടൊക്കെ എന്താണ് അവിടെ ചെറിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനമൊക്കെ നടത്തുന്നൊക്കെ ഉണ്ട്. അവിടെ വലിയ പ്രതിഷേധം അവിടെയുണ്ട്. ദേശീയപാത 66-ൽ 3 ജില്ലകളിൽ മണ്ണിടിച്ചിൽ വിള്ളലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു സ്ഥലമാണ് കണ്ണൂർ തളിപ്പറമ്പിൽ റോഡിടിയുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ ജില്ലയുടെ ഏതാനും ഭാഗങ്ങളിലുമാണ് ഈ പറഞ്ഞ മണ്ണിടിച്ചിലും വിള്ളലും ഒക്കെ ഉണ്ടായത്. ദേശീയപാതയുടെ നിർമ്മാണ നിലവാരത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കകളും വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്ന പശ്ചാത്തലം, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ പോര് വേറെ. രാഷ്ട്രീയത്തിനപ്പുറം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയിലെ ചെറിയ ഭാഗത്തല്ല വലിയ ഭാഗങ്ങളുണ്ടാകുന്ന വിള്ളൽ ഇത് ചെറിയ കാര്യമല്ല. അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ കണ്ണൂരാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കണ്ണൂർ തളിപ്പറമ്പിലടക്കം ഈ രീതിയിൽ മണ്ണ് ഇടിഞ്ഞു അല്ലെങ്കിൽ മണ്ണ് താഴ്ന്ന് റോഡിൽ വിള്ളൽ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണിപ്പോൾ ദേശീയപാത നിർമ്മാണ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. തളിപ്പറമ്പ് കുപ്പത്ത് ആണ് മണ്ണിടിഞ്ഞത്. മാത്രമല്ല ഈ ചെളി 2 ദിവസമായി അവിടെ വലിയ മഴയാണ്. പെയ്ത കനത്ത മഴയിൽ നിർമ്മാണ മേഖലയിൽ നിന്ന് മണ്ണും ചെളിവെള്ളവും ഒക്കെ കുത്തിയൊഴുകി വീടുകളിലേക്കൊക്കെ എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും അവിടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മേഘ കൺസ്ട്രക്ഷൻ ഓഫീസിലേക്കാണ്. അവിടെ ചില്ലൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്. ആ ചില്ല് പൊട്ടിയത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിലാണോ എന്നറിയില്ല. ഒരുപക്ഷെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിലാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയ തോതിൽ ആ പ്രതിഷേധം അക്രമാസക്തമായി എന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, അക്രമാസക്തമായ പ്രതിഷേധമാണോ കണ്ണൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അശ്മി, നേരിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഈ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ, അതായത് ഈ പയ്യന്നൂർ, മാടായി ഉൾപ്പെടെയുള്ള, നിലവിൽ ഇന്നലെ പ്രശ്നം നടന്ന കുപ്പം ഉൾപ്പെടെയുള്ള റീച്ചിൽ നിർമ്മാണം നടത്തുന്ന മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പിലാത്തറയിലെ ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ ഓഫീസിന്റെ കവാടത്തിൽ വെച്ച് പോലീസ് ഈ മാർച്ച് തടയാൻ ശ്രമിച്ചു. പക്ഷേ അത് മറികടന്ന് പ്രവർത്തകർ നേരിയ തോതിൽ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായി. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ പ്രതിഷേധിച്ചാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലേക്ക് അവിടെ പ്രതിഷേധമുണ്ടായത്. ചെറിയ ഓഫീസിലൊക്കെ അവിടെ ചില്ലൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്. പടികൊണ്ടൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ദേശീയപാതയിൽ കുപ്പത്താണ് പ്രധാനമായും. മലപ്പുറത്തെ പ്രതിഷേധം കൂടി പ്രേക്ഷകർ കാണുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ 3 ജില്ലകളിലാണ്, കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം അടക്കമുള്ള 3 ജില്ലകളിലാണ് ഈ പ്രതിഷേധം ഉണ്ടായത്. എനിക്ക് 3ഇടത്തും ഒരേ സമയം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് മലപ്പുറത്തെയും കണ്ണൂരിലെയും പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, മലപ്പുറത്തെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എങ്ങനെയാണ്? മലപ്പുറത്തെ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടേതല്ല, അത് യൂത്ത് ലീഗിൻ്റെതാണെന്ന് തോന്നുന്നു. സമീർ, മലപ്പുറത്തെ പ്രതിഷേധം എങ്ങനെയാണ്? ഹാഷ്മി, മലപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വേങ്ങര തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടം സംഭവിച്ച കൂരിയാടിന് സമീപമാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ നേരമായി ഇവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. ഈ കൂരിയാട് പാലത്തിന് താഴെയാണ് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഒരു പ്രതിഷേധ സമരവുമായി മുസ്ലിം യൂത്ത് ലീഗ് ഈ കൂരിയാടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് KPA മജീദാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ഒപ്പം തന്നെ P അബ്ദുൽ ഹമീദ് MLA സംസാരിച്ചു. അതിന് പിന്നാലെയാണ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇപ്പോൾ റോഡിൽ ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് കാര്യമായ ഇടപെടൽ ഇപ്പോൾ നടത്തിയിട്ടില്ല. പക്ഷേ പോലീസ് പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നീണ്ട നിരയായി ഗതാഗതം തടസ്സപ്പെട്ട രീതിയിൽ വാഹനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുൻപാണ് ഒരു പ്രതിഷേധ സമരവുമായി യൂത്ത് ലീഗ് കൂരിയാടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. KPA മജീദ് ഈ സമരം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പറയുന്നത് ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജില്ലയിൽ ഉണ്ടായിട്ട് പോലും
ഈ അപകടം സംഭവിച്ച കൂരിയാട് സന്ദർശിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് KPA മജീദ് MLA വ്യക്തമാക്കിയിട്ടുള്ളത്. പി അബ്ദുൽ ഹമീദ് MLA ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് നേരത്തെ നിയമസഭയിലടക്കം ഈ ദേശീയപാതയിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു. ആ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇവിടെ സന്ദർശിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സന്ദർശനം ഉണ്ടായില്ല എന്നുള്ളതാണ് പി അബ്ദുൽ ഹമീദ് MLA കുറ്റപ്പെടുത്തിയത്. ഇങ്ങനെ നിരന്തരമായി അധികൃതരോട് പലതവണ സൂചിപ്പിച്ചിട്ടും ഒരു തരത്തിലും ഇത് പരിഗണിക്കാൻ തയ്യാറാവാതെ നിന്നതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അപകടം വിളിച്ചു വരുത്തിയതാണ് എന്നുള്ളതാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് റോഡ് ഉപരോധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി, ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കണ്ണൂരും യൂത്ത് ലീഗിന്റെ പ്രതിഷേധം മലപ്പുറത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയാണ് ആ പ്രതിഷേധം. 3 ജില്ലകളിലാണ് ഈ പറയുന്ന രീതിയിൽ പ്രധാനമായും ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂരിൻ്റെ ഒരു ഭാഗത്തെ റോഡ് അവിടെയൊക്കെയാണ്. അപ്പോൾ അത് കൃത്യമായ അതിലെ നിർമ്മാണ പിഴവ് വളരെ എവിഡൻ്റായി തന്നെ നമുക്ക് ആ വിള്ളലുകളിൽ ഒക്കെ പ്രകടമാണ്. അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് പിഴവടക്കം ഉണ്ടായിട്ടുണ്ട്. രാവിലെ പ്രതിഷേധാവ് അടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ വലിയ പ്രതിഷേധം യുവജന സംഘടനകൾ ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട തളിപ്പറമ്പ് കുപ്പത്താണ് ഉണ്ടായത്. കുപ്പത്ത് മണ്ണിടിച്ചിലുണ്ടായത് മാത്രമല്ല, അത് ഈ മഴയത്ത് CH നഗറിലേക്ക് ചെളി മഴവെള്ളമൊക്കെ ഒഴുകിയെത്തി. അത് റോഡിൽ കുത്തിയിരുന്ന നാട്ടുകാർ നേരത്തെ പ്രതിഷേധിക്കുന്ന പശ്ചാത്തലം ഉണ്ടായി. ഉപരോധം തടയാനെത്തിയ പോലീസുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കുപ്പത്തെ വാക്കേറ്റമൊക്കെ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഉറപ്പായും ആ ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതാണ് ഇത്തരത്തിൽ ചെളിയും മണ്ണും ഒഴുകി ഇങ്ങോട്ടേക്ക് എത്താൻ കാരണം എന്നൊക്കെ നാട്ടുകാരുടെ പരാതി ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഏറ്റവും ഉത്തരവാദിത്തത്തോട് ചെയ്യേണ്ട ഒരു പണി ഉത്തരവാദിത്തമില്ലാതെ ചെയ്തു എന്നുള്ളതാണ് അവർ പ്രതിഷേധക്കാർ പറയുന്നത്. കണ്ണൂരിലെ മേഘ കൺസ്ട്രക്ഷൻ ഓഫീസിലെ അതിനകത്തേക്കാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടായത്. അവിടുത്തെ ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ചെന്ന് തോന്നുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണുന്നത്. അരുൺ പൂപ്പർമ ചേരുന്നു. അരുൺ, കണ്ണൂരെ പ്രതിഷേധം തൽക്കാലം കഴിഞ്ഞോ? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലേക്ക് നടത്തിയത്. മാർച്ചായി എത്തിയ പ്രവർത്തകർ ഈ പ്രധാന കവാടത്തിൽ പോലീസ് തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രവർത്തകർ അത് മറികടന്ന് ഈ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. ഓഫീസിൻ്റെ പ്രധാന വാതിലിൻ്റെ ചില്ലുകൾ പ്രവർത്തകർ അടിച്ചു തകർത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഓഫീസിൽ പ്രവർത്തകർ ഉപരോധ നിലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കുന്നതാണ് കാണുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഈ പിലാത്തറ ടൗണിലും അതോടൊപ്പം തന്നെ ഈ റീച്ചിൽ ഉൾപ്പെടുന്ന കുപ്പത്തുൾപ്പെടെ നിർമ്മാണത്തിൽ വലിയ അപാകതയുണ്ട് എന്നതാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ പിലാത്തറ ടൗണിൽ വ്യാപകമായി വെള്ളം കയറിയിരുന്നു. അത് ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപാകതയാണ് എന്നതാണ് ഈ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കുപ്പത്ത് ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിൻ്റെയും നിർമ്മാണ ചുമതലയുള്ളത് ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ്. അവരോട് നിരന്തരം ഈ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഡിവൈഎഫ്ഐ എന്ന നിലയിലും മറ്റ് സംഘടനകളെല്ലാം പരാതിപ്പെട്ടിട്ടും അത് പരിഗണിക്കാതെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തി. അതേ തുടർന്ന് ഈ ശക്തമായ മഴ ഉണ്ടായപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെട്ടു എന്നതാണ് പ്രധാനമായും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ മറ്റ് ജനകീയ കൂട്ടായ്മകൾ ഉൾപ്പെടെ ഇപ്പോൾ ഒരുപോലെ ആരോപിക്കുന്നത്. ഈ അപാകതകൾ പരിഹരിക്കണം, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിൽ പ്രതിഷേധ പരിപാടി തുടരുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കുകയാണ്. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിയ തോതിൽ അതായത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുന്തള്ളുമുണ്ടായി. പ്രവർത്തകർ ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലേക്ക് ഇടിച്ചു കയറി. പ്രധാന കവാടത്തിൽ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും അത് മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഈ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ യുവജന സംഘടനകളുടെ ഉൾപ്പെടെ പ്രതിഷേധം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും ഞാൻ സൂചിപ്പിച്ച ഈ പയ്യന്നൂർ പിലാത്തറ കുപ്പം മേഖലയിലെ റീച്ചിൽ നിർമ്മാണം നടത്തുന്ന മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള അപാകതകൾ ഈ നിർമ്മാണത്തിൽ ഉണ്ടായി എന്നാരോപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പ്രതിഷേധം ഇന്ന് സംഘടിപ്പിച്ചത്. കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് നേരത്തെ
നേരത്തെ വരുന്നിട്ടുള്ള പരാതികൾ ആ പരാതികൾ പരിഗണിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകും എന്നതാണ് ഡിവൈഎഫ്ഐ അറിയിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് അതിൻ്റെ വിവരങ്ങൾ നൽകിയായിരുന്നു. ആ പാതകൾ ഇളകുന്നതിൽ വലിയ പ്രതിഷേധം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3 ജില്ലകളിലും ഉണ്ടാവുകയാണ്. കണ്ണൂരാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടായത്, മലപ്പുറത്താണ് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം ഉണ്ടായത്. രാഷ്ട്രീയ വാക്പോരുകൾക്കപ്പുറം അതിലെ ഗുരുതരമായ നിർമ്മാണ പിഴവിൽ യുവജന സംഘടനകൾ രോഷത്തിലാണ്, പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത്.